നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന വിഷയത്തിൽ ഞങ്ങളൊരു വീഡിയോ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ വീഡിയോകൾ മാത്രമുള്ള ആ പ്ലേലിസ്റ്റ് അതിന്റെ തുടക്കം മുതൽ വീക്ഷിക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സഫലീകരിക്കാനായി ആ ലക്ഷ്യത്തിനനുസൃതമായ നിർദ്ദേശങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നൽകി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും എന്ന് നാം പറയുകയുണ്ടായി. നിർദ്ദേശങ്ങൾക്ക് നമ്മുടെ ഉപബോധ മനസ്സിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം വളരെ വലുതാണ്. എത്രത്തോളം സ്വാധീനം നിർദ്ദേശങ്ങൾക്ക് നമ്മുടെ ഉപബോധ മനസ്സിൽ നൽകാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനുവേണ്ടി ചില ഉദാഹരണങ്ങളാണ് നാം ഇന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ തൻ്റെ ഉപബോധ മനസ്സിലേക്ക് 2 വർഷക്കാലം തുടർച്ചയായി നൽകിയ ഒരു നിർദ്ദേശം ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും അതിനനുസൃതമായ ഫലം നൽകുകയുമുണ്ടായി. ത്വക്ക് രോഗവും സന്ധിവാതവും ഒരുപോലെ കീഴ്പ്പെടുത്തിയ തൻ്റെ മകൾ സുഖം പ്രാപിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു കൈ നൽകാൻ തയ്യാറാണ് എന്നായിരുന്നു അയാൾ നൽകിക്കൊണ്ടിരുന്ന നിർദ്ദേശം. ചികിത്സകളും മരുന്നുകളും ഒന്നും തന്നെ ഫലപ്രദമാകാതെ വന്നപ്പോഴാണ് തൻ്റെ മകൾ രോഗത്തിൽ നിന്നും സുഖം പ്രാപിക്കുവാനായി ആ പിതാവ് അങ്ങനെയൊരു ഉപാധി കണ്ടെത്തിയത്. ഒരു നേർച്ച പോലെ അയാളത് മനസ്സിൽ കൊണ്ടു നടക്കുകയും ഇടയ്ക്കിടെ വായ് കൊണ്ട് പറയുകയും ചെയ്തു. എന്നാൽ അയാൾ ഉപബോധ മനസ്സിലേക്ക് 2 വർഷക്കാലത്തോളം നൽകിയ ഈ നിർദ്ദേശം അതേപടി നടപ്പിലാവുകയായിരുന്നു ചെയ്തത്. ഒരു കാർ അപകടത്തിൽ ആ പിതാവിൻ്റെ കൈ നഷ്ടപ്പെട്ടു. 2 കാറുകൾ കൂട്ടിമുട്ടിയുണ്ടായ അപകടത്തിൽ അയാളുടെ കൈ തോൾഭാഗം വെച്ച് മുറിഞ്ഞു പോയത്രേ. ഇതിനെ തുടർന്ന് അയാളുടെ മകൾ രോഗമുക്തിയും നേടി. ഈ ഒരു ഉദാഹരണം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് ആജ്ഞകൾ നൽകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗമുക്തി വരിക, അനുഗ്രഹിക്കുക, അഭിവൃദ്ധി ഉണ്ടാക്കുക, പ്രേരണ നൽകുക തുടങ്ങിയ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനായിരിക്കണം ഉപബോധ മനസ്സിനെ നാം സമീപിക്കേണ്ടത്. നാം പറയുന്ന കാര്യങ്ങളും തമാശകളുമൊന്നും വേർതിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ ഉപബോധ മനസ്സിനില്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ പറയുന്ന വാക്കിനെ അപ്പാടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ന്യൂയോർക്കിൽ നിന്ന് ചിക്കാഗോയിലെത്തിയ ഒരാൾ തൻ്റെ വാച്ചിൽ സമയം നോക്കി. ചിക്കാഗോയിലെ സമയക്രമം അനുസരിച്ച് അയാളുടെ വാച്ച് 1 മണിക്കൂർ മുൻപിലായിരുന്നു. അയാൾ ചിക്കാഗോക്കാരനായ ഒരു സുഹൃത്തിനോടായി ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ സമയം 12 മണിയായി. ചിക്കാഗോക്കാരനായ ആ സുഹൃത്താകട്ടെ സമയവ്യത്യാസം ശ്രദ്ധിക്കാതെ ന്യൂയോർക്കുകാരനോട് ഭക്ഷണത്തിന് സമയമായെന്നും ഭക്ഷണം കഴിക്കാൻ പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. നാം നൽകുന്ന ഓട്ടോ സജഷൻസ് അല്ലെങ്കിൽ സ്വയം നിർദ്ദേശം പലതരം ഭയത്തെയും പ്രതികൂല മനോഭാവത്തെയും ഇല്ലാതാക്കുവാൻ ഏറെ സഹായകരമാണ്. നല്ല രീതിയിൽ പാടാൻ കഴിവുണ്ടായിരുന്ന ഒരു യുവഗായിക ഒരിക്കൽ ഒരു ശബ്ദ പരിശോധനയ്ക്കായി ക്ഷണിക്കപ്പെട്ടു. ആ പരിശോധനയ്ക്ക് മുമ്പ് അഭിമുഖത്തിൽ പങ്കെടുക്കുകയും വേണം. മുമ്പ് നടന്ന 3 അഭിമുഖങ്ങളിലും അവൾ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. അതിന് കാരണം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഭയമായിരുന്നു. നല്ല ശബ്ദ സൗകുമാര്യത്തിനുടമയായിരുന്നെങ്കിൽ കൂടെയും അവൾ തന്നോട് തന്നെ ഇങ്ങനെ പറയാറുണ്ട്: പാടാനുള്ള സമയമാകുന്ന സമയത്ത് എന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നും. ഞാൻ ശ്രമിച്ചു നോക്കും, പക്ഷേ ഭയവും ആകാംക്ഷയും എന്നെ കീഴ്പ്പെടുത്തി കളയും. ഇതൊരു നെഗറ്റീവ് നിർദ്ദേശമാണ്. പക്ഷേ അവളുടെ ഉപബോധ മനസ്സ് അത് അപ്പാടെ സ്വീകരിച്ചു. ശേഷം ആ സ്വീകരിച്ച കാര്യത്തെ അവളുടെ അനുഭവമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. അതിന് കാരണമായത് അവളുടെ തന്നെ നിർദ്ദേശങ്ങളായിരുന്നു. അവളുടെ ഭയം വികാരപരമായി മാറ്റപ്പെട്ടു. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ചിന്തകൾ യാഥാർത്ഥ്യമായി മാറ്റപ്പെട്ടു. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ആ യുവഗായികക്ക് താൻ നല്ലൊരു ഗായികയാണെന്ന് തെളിയിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവൾ നൽകിയ നിർദ്ദേശം നേരെ വിപരീതവുമായിരുന്നു. പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. നമുക്ക് ഏതെങ്കിലും ലക്ഷ്യം സഫലീകരിക്കാനായി അതിയായ ആഗ്രഹമുണ്ടായേക്കാം. എന്നാൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നാം നൽകുന്ന നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ആ ആഗ്രഹങ്ങൾക്ക് നേരെ വിപരീതവുമായിരിക്കാം. എന്നാൽ നാം ഇപ്പോൾ പ്രതിപാദിച്ച ഈ ഉദാഹരണത്തിലെ ഗായികക്ക് താൻ സ്വയം നിർദ്ദേശത്തിലൂടെ തൻ്റെ ഉപബോധ മനസ്സിലേക്ക് നൽകിയ നിഷേധാത്മകമായ ആ നിർദ്ദേശങ്ങളെ പരാജയപ്പെടുത്താനുള്ള ശക്തിയും ഉണ്ടായിരുന്നു. അത് അവൾ തെളിയിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും 3 തവണ അവൾ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ശാന്തമായി ഒരു ചാരുകസേരയിലിരുന്ന് സുഖമായി വിശ്രമിച്ചു. ആ സമയത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് തൻ്റെ മനസ്സിനെയും ശരീരത്തെയും അവൾ ശാന്തമാക്കി. ശരീരത്തിന് അലസത തോന്നുന്ന സമയത്ത് മാനസികമായ ഗതിവേഗം ഉണരുകയാണ് ചെയ്യുന്നത്.
ആ സമയത്ത് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് മനസ്സ് പാകപ്പെടുകയും ചെയ്യുന്നു. തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഭയത്തെ അവൾ മാറ്റാൻ വേണ്ടി തന്നോട് തന്നെ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു: ഞാൻ മനോഹരമായി പാടുന്നു, ഞാൻ ഭക്തിയുള്ളവളാണ്, ഞാൻ പവിത്രയാണ്, ആത്മവിശ്വാസമുള്ളവളാണ്, ശാന്ത സ്വഭാവമുള്ളവളാണ്. ഓരോ തവണ വിശ്രമിക്കുമ്പോഴും ഇപ്രകാരം അവൾ പതുക്കെ ശാന്തമായി വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പോസിറ്റീവ് ഫീലിങ്സോടുകൂടെ ഓരോ ഇരിപ്പിലും 5 മുതൽ 10 തവണ വരെ ഇത് പറയുമായിരുന്നത്രേ. എല്ലാ ദിവസവും ഇത്തരത്തിൽ 3 തവണ വീതം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. അതിലൊരു തവണ താൻ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. പോകെ പോകെ അവൾക്ക് ആത്മവിശ്വാസം വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പൂർണ്ണമായും അന്തസ്സും ആത്മവിശ്വാസവും ആത്മനിയന്ത്രണമുള്ളവളുമായി മാറി. അഭിമുഖത്തിൻ്റെ നിർണായക ദിവസം വന്നപ്പോൾ അവൾ അത്ഭുതകരമായി പാടുകയും ചെയ്തു. എനിക്ക് പ്രായമായി വരികയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ചില വൃദ്ധരെയെങ്കിലും നമുക്ക് പരിചയമുണ്ടാകും. അത്തരത്തിലൊരു വൃദ്ധയുടെ കഥ നമുക്കൊന്ന് നോക്കാം. എനിക്ക് എൻ്റെ ഓർമ്മ നഷ്ടപ്പെടുകയാണ് എന്ന് 75 വയസ്സുകാരിയായിരുന്ന ഒരു വൃദ്ധ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അവർ സ്വയം നിർദ്ദേശത്തിന് ഇത്തരത്തിലുള്ള വാക്കുകൾ തിരഞ്ഞെടുത്തു: ഇന്നു മുതൽ എൻ്റെ ഓർമ്മശക്തി എല്ലാ രീതിയിലും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ നിശ്ചിത സമയത്തും ഓരോ നിശ്ചിത സ്ഥാനത്തും ഞാൻ എന്താണോ അറിഞ്ഞിരിക്കേണ്ടത് അത് എല്ലായ്പ്പോഴും ഓർത്തിരിക്കുന്നു. എൻ്റെ മനസ്സിൽ പതിയുന്നത് വ്യക്തവും നിശ്ചിതവുമാണ്. ഞാൻ അവയെ മറ്റുള്ളവരുടെ പ്രേരണയില്ലാതെ അനായാസമായി നിലനിർത്തും. ഞാൻ എന്തെങ്കിലും ഓർക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവ പെട്ടെന്ന് ശരിയായ രൂപത്തിൽ എൻ്റെ മനസ്സിൽ പ്രത്യക്ഷമാകുന്നു. ഞാൻ ഓരോ ദിവസവും വളരെ വേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ഓർമ്മ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലാകും. നിങ്ങൾക്കറിയാമോ, 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വൃദ്ധയുടെ ഓർമ്മശക്തി സാധാരണ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. എല്ലാ മനുഷ്യരും ബലഹീനതകളുള്ളവരാണ്. അത്തരത്തിൽ നമുക്കും ഉണ്ടാകും ഓരോ ബലഹീനത, ചിലപ്പോൾ ഒന്നിലധികം ബലഹീനതകൾ. ഏതായാലും പെട്ടെന്ന് കോപം വരുന്നത് ഒരു ബലഹീനത തന്നെയാണ്. എന്നാൽ തൻ്റെ ആ ബലഹീനതയെ മാറ്റിമറിച്ച ഒരാളെക്കുറിച്ച് ഒരു ഉദാഹരണമായി നമുക്ക് നോക്കാം. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാൾ, ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തെപ്പറ്റി അയാളോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ അയാൾ പൊട്ടിത്തെറിക്കുമായിരുന്നു. എല്ലാവരും എന്നോട് തട്ടിക്കയറാൻ വരികയാണെന്ന് അയാൾ തുടർച്ചയായി തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അയാൾക്ക് സ്വയം അവർക്കെതിരെ പ്രതിരോധിക്കേണ്ട ആവശ്യവും വന്നു. എന്നാൽ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കോപം എന്ന ബലഹീനതയെ മറച്ചുവെക്കാൻ അദ്ദേഹം സ്വയം നിർദ്ദേശങ്ങൾ നൽകി. ഇന്നു മുതൽ തമാശകൾ മനസ്സിലാകുന്നവനായി ഞാൻ മാറും. സന്തോഷം, ആനന്ദം, ഉത്സാഹം എന്നിവ എൻ്റെ മനസ്സിൻ്റെ സ്വാഭാവിക സ്ഥിതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ സ്നേഹിക്കപ്പെടുന്നവനാകുന്നു, കൂടുതൽ മനസ്സിലാക്കപ്പെടുന്നവനാകുന്നു. ഞാൻ എനിക്ക് ചുറ്റുമുള്ളവർക്കും ആഹ്ലാദകരമായ ചിരിയുടെയും നന്മയുടെയും പോസിറ്റീവ് സന്ദേശങ്ങളുടെയും കേന്ദ്രമാകുന്നു. ഈ സന്തോഷകരവും ആനന്ദകരവും ഉത്സാഹം നിറഞ്ഞതുമായ എൻ്റെ മനോഭാവം എൻ്റെ മനസ്സിൻ്റെ സ്ഥിരമായ ഒരു സ്വഭാവമായി മാറുകയാണ്. ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. അത്ഭുതകരമാം വിധം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കോപം പെട്ടെന്ന് ഇല്ലാതായി. ഈ പറഞ്ഞ ഒന്നും തന്നെ കെട്ടുകഥകളല്ല കേട്ടോ, ഇതെല്ലാം തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടവയാണ്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്കോ നിങ്ങളോട് ബന്ധപ്പെട്ടവർക്കോ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കാനായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. ഓട്ടോ സജഷൻ അഥവാ സ്വയം നിർദ്ദേശം എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഉപരിനിർദ്ദേശം അഥവാ ഹെട്രോ സജഷനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഉപരിനിർദ്ദേശം എന്ന് പറഞ്ഞാൽ മറ്റൊരാളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ സ്വീകരിക്കലാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നായാലും ഏത് പ്രായത്തിലായാലും നിർദ്ദേശങ്ങളുടെ ശക്തിക്ക് മനുഷ്യ സമൂഹത്തിൻ്റെ ചിന്തയിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. മതപരമായ വിശ്വാസങ്ങളും സാംസ്കാരികമായ ആചാരങ്ങളും രാഷ്ട്രീയ തത്വസംഹിതകളുമൊക്കെ തന്നെ പ്രചരിക്കുന്നതും സ്ഥിരപ്രതിഷ്ഠ നേടുന്നതുമൊക്കെ ഉപരിനിർദ്ദേശത്തിലൂടെയാണ്, ഹെട്രോ സജഷനുകളിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കവും നിയന്ത്രണവും കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മനസ്സിൻ്റെ നിയമങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാവുകയാണ് വേണ്ടത്. എന്നാൽ പലതരത്തിലുമുള്ള പല നെഗറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ മറ്റുള്ളവരിൽ നിന്നോ നമ്മിൽ നിന്നോ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കയറിപ്പോയിട്ടുണ്ടാകാം. ഇത്രയും കാലത്തിനിടക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ ആർക്ക് സാധിക്കും? നമുക്കൊരു ലക്ഷ്യം സഫലീകരിക്കണം എന്നുണ്ടെങ്കിൽ
ആ ലക്ഷ്യത്തിനു വേണ്ടി നിർദ്ദേശങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് നൽകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ മുമ്പ് കയറിപ്പറ്റിയിട്ടുള്ള ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സജഷനുകളെ, നെഗറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളെ നാം നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നും ദൂരീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നാം പിന്നീട് നൽകുന്ന പോസിറ്റീവ് നിർദ്ദേശങ്ങൾക്ക് ഫലമുണ്ടാകൂ. കാരണം ഒരിക്കൽ ഉപബോധ മനസ്സ് ഒരു ആശയത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും പൂർണ്ണമായും നമ്മുടെ ഉപബോധ മനസ്സ് അതിന് വഴിപ്പെടും. പിന്നീട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ പോലും ഒരുപക്ഷെ വേണ്ടത്ര ഫലം ലഭിച്ചേക്കില്ല. ഏതായാലും നമ്മുടെ അടുത്ത വീഡിയോയുടെ വിഷയം ഇതാണ്: നെഗറ്റീവ് നിർദ്ദേശങ്ങളെ എങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്നും ദൂരീകരിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുഭവങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമെന്ന് കരുതിക്കൊണ്ട് ഇന്നത്തേക്ക് വിടാം.